ഈശോയുടെ ഒത്തിരി സ്നേഹമുള്ളവരെ, ക്രിസ്തുവിൻ്റെ രാജ്യത്തെ തിരുനാളിൻ്റെ എല്ലാ മംഗളങ്ങളും ആശംസകളും നിങ്ങൾക്ക് നേരുന്നു. അല്പം ചരിത്രം. ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം ലോകമെങ്ങും അസ്വസ്ഥകളായിരുന്നു. ദാരിദ്ര്യം കൂടി വരുന്നു. വിശ്വാസികൾ വിശ്വാസത്തിൽ നിന്ന് മാറി അന്ധവിശ്വാസത്തിലേക്കും നിരീശ്വരവാദത്തിലേക്കും വഴുതിക്കൊണ്ടിരിക്കുന്നു. കമ്മ്യൂണിസം, ഫാസിസം ചിന്തകൾ ലോകത്തിൽ പിടിമുറുക്കുന്നു. മനുഷ്യർ തങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ദൈവത്തെ മാറ്റി നിർത്തി അവരെ മറ്റു പലതിനെയും സ്ഥാപിക്കാൻ തുടങ്ങുന്നു. മനുഷ്യൻ ദൈവമായി കൊണ്ടിരിക്കുന്ന സാഹചര്യം തൻ്റെ കഴിവിലും ശക്തിയിലും ആശ്രയിക്കുകയും അതുവഴി എന്തും നേടാമെന്നും എന്തും കീഴടക്കാമെന്നും ചിന്തയിൽ ലോകം വ്യാപരിക്കുന്ന ഒരു കാലഘട്ടവും സാഹചര്യം. ഇത്തരത്തിലുള്ള സാഹചര്യത്തിൽ പിയൂസ് 14 മാർപ്പാപ്പ 1925 ക്രിസ്തുവാണ് ലോകത്തിൻ്റെ രക്ഷകനും രാജാവും എന്ന് പ്രഖ്യാപിക്കുകയും ആരാധനാക്രമത്തിലെ ഏറ്റവും അവസാനത്തെ ഞായറാഴ്ച ക്രിസ്തുവിൻ്റെ രാജ്യത്തെ തിരുനാളായി ലോകമെങ്ങുമുള്ള കത്തോലിക്ക സഭ ആഘോഷിക്കണമെന്നും പ്രഖ്യാപിക്കുകയും ചെയ്തു. ഒരു ചോദ്യം: ഈ തിരുനാളിന് ഇന്ന് പ്രസക്തിയുണ്ടോ? അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ക്രിസ്തുവിനെ രാജാവായി കാണേണ്ട ആവശ്യമുണ്ടോ? ഉത്തരം വളരെ സിമ്പിളാണ്. നമ്മൾ ചുറ്റുമൊന്ന് നോക്കിയാൽ മതി. നമ്മളായിരിക്കുന്ന ഈ ലോകത്തിൽ യുദ്ധങ്ങൾ, പീഡനങ്ങൾ, ഭീകരവാദം, മനുഷ്യനെ വെറും ഒരു കൊമോഡിറ്റിയായി കണ്ട് ഉപയോഗിക്കുന്ന സാഹചര്യങ്ങൾ കൂടി വരികയാണോ കുറയുകയാണോ? നമ്മുടെ സമൂഹത്തിൽ വിവാഹമെന്ന ബന്ധത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ, ശരീരത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ, ജീവനെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ, സ്ത്രീ പുരുഷ ബന്ധങ്ങളെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ കൂടുതൽ മനോഹരമാവുകയാണോ അതോ വികൃതമാവുകയാണോ? നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ സ്നേഹവും സന്തോഷവും സമാധാനവും കൂടി വരികയാണോ കുറയുകയാണോ? നമ്മുടെ സംഭാഷണങ്ങൾ, നമ്മുടെ തർക്കങ്ങൾ, നമ്മുടെ വ്യക്തിബന്ധങ്ങൾ കൂടുതൽ മനോഹരമാവുകയാണോ അതോ വഷളാവുകയാണോ? പ്രിയമുള്ളവരെ, യുദ്ധങ്ങളും പീഡനങ്ങളും ക്ലേശങ്ങളും ഒക്കെ അസ്വസ്ഥതകളൊക്കെ കൂടി വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ക്രിസ്തു ഇന്നും രാജാവായി നമ്മുടെ ഇടയിൽ വാഴേണ്ട ആവശ്യം ഉണ്ടെന്നുള്ളതാണ്. ക്രിസ്തു ഭരിക്കുന്നത് യുദ്ധങ്ങൾ കൊണ്ടോ ആയുധങ്ങൾ കൊണ്ടോ പടയാളികളെ കൊണ്ടോ അല്ല, മറിച്ച് സ്നേഹം കൊണ്ടാണ്. ക്രിസ്തു നയിക്കുന്നത് അഹങ്കാരത്തോടു കൂടിയോ അല്ലെ ധാർഷ്ട്യത്തോടു കൂടിയല്ല, മറിച്ച് എളിമയിലും വിനയത്തിലുമാണ്. അവൻ നമ്മളെ നയിക്കുന്നത് ഒരു ഇടയൻ എന്ന പോലെയാണ്, സ്നേഹിച്ച് പരിപാലിച്ച് സംരക്ഷിച്ച്. പ്രിയമുള്ളവരെ, ക്രിസ്തു ഒരാളുടെ ജീവിതത്തിലുണ്ടെങ്കിൽ അയാൾക്ക് മറ്റൊരാളെ ചൂഷണം ചെയ്യാൻ സാധിക്കുകയില്ല, അനീതി പ്രവർത്തിക്കാൻ സാധിക്കുകയില്ല. ശരീരത്തെ ആദരിക്കുകയും ബഹുമാനിക്കുകയും അല്ലാതെ മറ്റൊരു വഴി അവൻ്റെ മുമ്പിലില്ല. സ്ത്രീ പുരുഷ ബന്ധങ്ങളെ സ്നേഹത്തോടും ആദരവോടും അല്ലാതെ മറ്റൊരു രീതിയിൽ നോക്കാൻ അവന് കഴിയുകയില്ല. വിവാഹ ബന്ധത്തെ പവിത്രമായി കാണാനല്ലാതെ മറ്റൊരു വഴിയും അവൻ്റെ മുമ്പിലില്ല. ജീവനെ അമൂല്യമായും അതൊരു നിധിയായും കാണാനല്ലാതെ അവന് മുമ്പിൽ മറ്റൊരു ഓപ്ഷനില്ല. നമ്മുടെ കുടുംബങ്ങളിൽ അസ്വസ്ഥതകളും സമാധാനക്കേടുകൾക്ക് പകരം സന്തോഷവും സമാധാനമായിരിക്കും. കാരണം ക്രിസ്തു പഠിപ്പിക്കുന്നത് സ്നേഹിക്കാനാണ്, ക്രിസ്തു പഠിപ്പിക്കുന്നത് ക്ഷമിക്കാനാണ്, ക്രിസ്തു പഠിപ്പിക്കുന്നത് വിട്ടുകൊടുക്കാനാണ്. ക്രിസ്തു നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ അവിടെ സ്നേഹവും സന്തോഷവും സമാധാനവും വന്നു ചേരും. പ്രിയമുള്ളവരെ, ക്രിസ്തു ഇന്ന് ലോകത്തിൻ്റെ ആവശ്യമാണ്. നമ്മൾ സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥന ചൊല്ലുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്, അങ്ങയുടെ രാജ്യം വരണമേ എന്ന്. നമ്മളങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ അതിന് മറ്റൊരർത്ഥം കൂടിയുണ്ട്, എൻ്റെ രാജ്യം ഇല്ലാതാകണമെന്ന്. ക്രിസ്തുവിൻ്റെ രാജ്യം ഇവിടെ വരണമെങ്കിൽ നമ്മുടെ സ്വാർത്ഥത നിറഞ്ഞ രാജ്യം ഇല്ലാതാകണം. അഹങ്കാരത്തിൻ്റെയും വിദ്വേഷത്തിൻ്റെയും വെറുപ്പിൻ്റെയും നമ്മുടെ ആ ലോകം, നമ്മുടെ രാജ്യം, നമ്മുടെ ആ സാമ്രാജ്യം അത് ഇല്ലാതാകണം. അങ്ങയുടെ രാജ്യം വരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു കഥയുണ്ട്. ഒരിക്കലും രാജാവ് തൻ്റെ രാജ്യത്തിലെ എല്ലാ കുട്ടികളെയും വിളിച്ച് ഒരു വിരുന്ന് കൊടുക്കാൻ ആഗ്രഹിക്കുന്നു. അവരെല്ലാവരെയും വിളിച്ചു കൂട്ടുന്നു, അവർക്ക് മനോഹരമായ വിരുന്നൊരുക്കുന്നു. വിരുന്നിന് ശേഷം അവൻ അവരോട് പറയുന്നു, ഈ കൊട്ടാരത്തിനുള്ളിൽ നിങ്ങൾക്ക് വേണ്ടി ഒരു സർപ്രൈസ് സമ്മാനം ഞാൻ വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ കൊട്ടാരം മുഴുവനും തിരയാം, അത് ആർക്ക് കിട്ടുന്നുവോ ആ സമ്മാനം അവന് സ്വന്തം. കുട്ടികളെല്ലാവരും ഓടുന്നു, കൊട്ടാരത്തിൻ്റെ മുക്കും മൂലയും തിരയുന്നു. അപ്പോൾ രാജാവ് ശ്രദ്ധിക്കുന്നു, ഒരു കൊച്ചു മാത്രം എവിടെയും പോകാതെ അവിടെ നിൽക്കുന്നു. രാജാവിനോട് ചോദിക്കുന്നു, നിനക്ക് സമ്മാനം വേണ്ടേ? ആ കൊച്ചു പതിയെ നടന്ന് രാജാവിൻ്റെ അടുത്തേക്ക് വരുന്നു, അവനെ കെട്ടിപ്പിടിക്കുന്നു. എന്നിട്ട് പറയും, എനിക്ക് നീ മതി. അങ്ങനെ ആ രാജാവ് അവന് സ്വന്തമാകുന്നു. ആ രാജ്യവും ആ രാജ്യത്തിലുള്ള സകലവും അവൻ്റേതാകുന്നു. പ്രിയമുള്ളവരെ, പലതും നേടാൻ വേണ്ടി, പലതിനെയും കീഴടക്കാൻ വേണ്ടി നമ്മൾ വ്യഗ്രതയോടെ ഓടുകയാണ്. ഈ ഓട്ടത്തിനിടയിൽ നമ്മൾ മറന്നു പോകുന്നത് ക്രിസ്തുവിനെയാണ്, അവൻ പഠിപ്പിച്ച മൂല്യങ്ങളെയാണ്. പ്രിയമുള്ളവരെ, ക്രിസ്തുവിനെ നമ്മുടെ ജീവിതങ്ങളിലേക്ക്
ബന്ധങ്ങളിലേക്കും സാഹചര്യങ്ങളിലേക്കും രാജാവായി കൊണ്ടുവരാം. ബാക്കിയെല്ലാം കൂട്ടിച്ചേർക്കപ്പെടും. ദൈവം അനുഗ്രഹിക്കട്ടെ.